ഉണ്ട്. എംപ്ലോയി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ബിസിനസ്സിലായിരുന്നു പാഷൻ. അതുകൊണ്ട് യങ് ഏജിൽ തന്നെ ബിസിനസ്സിൽ വന്നു. അതിനുശേഷം നമ്മൾ ബിസിനസ് ധാരാളം കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. ഡയറക്ട് സെല്ലിങ്ങിലും നന്നായിട്ട് കുറെ വർഷം, ഏകദേശം 10 വർഷത്തോളം ഡയറക്ട് സെല്ലിങ്ങിലും ഉണ്ടായിരുന്നു. ഇന്ന് പല ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് ട്രെയിനർ, സെയിൽസ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന ആശയം, ഇവിടെ പറയുന്ന ആശയം അടുത്ത കുറച്ച് സമയത്തേക്ക് ഒരു 30 to 40 മിനിറ്റ്സ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കാം, അല്ലെ ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കാം ഇന്ന്. എനിക്ക് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും എന്തുമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാനിത് ശരിയായ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ ഇവിടെ ഇന്ന് ഞാൻ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു കാഴ്ച പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ വലിയൊരു ട്രാൻസിഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും, ഒരു വിഭാഗം ആൾക്കാർ ബിസിനസ്സിന് ഭയങ്കര അനുകൂല സമയമാണെന്ന് പറയുന്നു. ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്, ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് അറിയാൻ മേലെന്ന് പറയുന്ന ചെറിയൊരു വിഭാഗവും, എന്നാൽ ഒരു മേജർ പോർഷൻ ആൾക്കാരും പറയുന്ന സമയമൊക്കെ കഴിഞ്ഞു, ഇനി ബിസിനസിന്റെ കാലങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ഭയങ്കര മോശമാണ്, മാർക്കറ്റ് വളരെ മോശമാണ്, രക്ഷയില്ല, ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, എങ്ങോട്ടെങ്കിലും പോകണം, ഇവിടെ നിന്നിട്ട് എന്തായാലും കാര്യമില്ല, എങ്ങോട്ടെങ്കിലും പോയാൽ പോലും രക്ഷപ്പെടുമായിരിക്കും, നമുക്കറിയാൻ പറ്റില്ല, അങ്ങനെ പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അപ്പൊ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഈ മാറ്റങ്ങളിൽ ധാരാളം പേർക്ക് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവർക്ക് ശരിയായ രീതിയിൽ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ. 10 കൈയും തലയില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വേറൊരു വിഭാഗം ആൾക്കാർ ഭയങ്കര ക്രൈസിസ് ആണ്, ഭാവി എന്താണെന്ന് അറിയാൻ മേല, നാളെയുടെ കാര്യം അറിയാൻ മേല. നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിലും ചാനലിലും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു പക്ഷെ അറിയപ്പെടുന്നത് ഇനി മുമ്പോട്ട് നരകമായിരിക്കും എന്നുള്ളതാണ് നോർമൽ വാർത്ത, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളും അല്ലെ പത്രമാധ്യമങ്ങളും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വിചാരിക്കുന്നത് ഇതുകൊണ്ടെല്ലാം തീർന്നു, ഇനിയും ഭാവി നമ്മുടെ ഭാവി അടഞ്ഞു, മുമ്പോട്ട് ഭാവി ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്, അല്ലെ വരാൻ ആഗ്രഹിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഏത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തും, ഏത് വലിയ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തും, ഏത് വലിയ റെവല്യൂഷൻ ഉണ്ടാകുന്ന സമയത്തും അതിന് അഡ്വാൻറ്റേജ് എടുക്കുന്ന ചെറിയൊരു ശതമാനം ആൾക്കാരും ബാക്കി മുഴുവൻ ആൾക്കാരും ഇതിന്റെ നെഗറ്റീവ് സൈഡ് കേട്ട് അത് വിശ്വസിച്ച് അതിനകത്ത് ജീവിച്ച് ലാസ്റ്റ് ഇതിന്റെയൊക്കെ കസ്റ്റമർ ആകുകയും ചെയ്യും. നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കുറെ റെവല്യൂഷൻസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന പല ആൾക്കാർക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് IT റെവല്യൂഷൻ വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള ആർക്കും തന്നെ അത് പ്രയോജനം കിട്ടാൻ പറ്റിയില്ല. കാരണം നമ്മളെല്ലാം കമ്പ്യൂട്ടറിന് എതിരായിരുന്നു. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ 10 പേരുടെ ജോലി ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്, 9 പേർക്കും ജോലി പോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതേ സമയത്ത് തന്നെ ഇതേ ഇൻഫർമേഷൻ കിട്ടിയ മറ്റു പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും, ഇപ്പം കർണാടക നോക്കിയാലും ആന്ധ്ര നോക്കിയാലും അവരൊക്കെ ആ ലെവലിലായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോട് മാത്രമാണ്. കാരണം അവര് അതിന് പറ്റുന്ന ബിസിനസ്സുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു, ആ കുട്ടികളെ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുത്ത് പെട്ടെന്ന് അതിനുവേണ്ടി റെഡിയാക്കി, അതിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവരുണ്ടാക്കി. നമ്മളൊക്കെ ലാസ്റ്റ് ഇതിന്റെ കസ്റ്റമർ ആകുകയും ചെയ്തു. നമ്മൾ ഇതിനെല്ലാം, കാരണം നമ്മൾ റെവല്യൂഷൻസ് വരുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്നവർ ഇതിനകത്ത് ഔട്ടായി പോകും, റെസിസ്റ്റ് ചെയ്യുന്നവരൊക്കെ ലാസ്റ്റ് ഇതിന്റെ കസ്റ്റമർ ആകുകയും ചെയ്യും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് റെവല്യൂഷന്റെ സമയത്ത്. അപ്പൊ ഇതിനു മുമ്പ് ധാരാളം റെവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്, പലതിനകത്ത് ഒരുപക്ഷെ നമ്മൾ പല ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂജ്, ഒരു 360 ഡിഗ്രി സ്വിച്ച് ഓവർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പല സാധനങ്ങളെ തൂത്തുവാരി പുതിയ ബിസിനസ്സുകളും, ഇനി ഒരിക്കലും ഒരു പണ്ടത്തെ പോലെ ഒരു 50 വർഷമായ ഒരു ബിസിനസ് ഒരേ ഷേപ്പിൽ 50 വർഷം നിൽക്കാൻ പോകുന്നില്ല. മാക്സിമം എന്ന ഒരു ബിസിനസിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 3 വർഷം, അത് കൂടുതൽ കാണുകയല്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളുടെ ഷേപ്പും രൂപവും ഭാവമൊക്കെ മാറും, ബിസിനസ്സുകളുടെ രൂപം മാറും. അപ്ഡേറ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് ഇനിയുള്ള കാലത്ത് സർവൈവൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. അതായത് ഇന്നിപ്പം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്ന 4 വർഷം പഠിക്കുന്ന ഒരു കുട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഒരു ജോലി ചെയ്യണമെങ്കിൽ പുതിയ സ്കില്ലുകൾ അവർ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. ആ 4 വർഷം അവിടെ ഉറക്കളച്ചിരുന്ന് പഠിച്ച് മാർക്ക് മേടിച്ചത് മുഴുവൻ പക്ഷെ ഒരു യൂസും ഇല്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുതിയ സ്കില്ലുകൾ അവർ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത്ര പെട്ടെന്നാണ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരികയും പഴയത് ഔട്ട്ഡേറ്റഡ് ആയി പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട, അതായത് ഇന്ന് ഒരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ്
ഉണ്ടാക്കാൻ അല്ലെ പുതിയ സ്കില്ലുകൾ പഠിക്കാൻ തയ്യാറാകാത്ത ആൾക്കാർ, കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന ആൾക്കാർ, അവരുടെ സർവൈവൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. പണ്ടൊക്കെ വളരെ സ്ലോ ആയിരുന്നു മാറ്റം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പം വാട്സാപ്പോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന എത്ര പേര് വിചാരിച്ചിരുന്നു? അല്ലെങ്കിൽ ഗൂഗിൾ പേ, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് വേറെ എവിടെയെങ്കിലും ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നു, അവരുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക്, ഇതൊന്നും ആരും സെക്കൻഡുകൾ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു. അതിനും ആദ്യം ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള. ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം പോലും മനസ്സിലാക്കി എടുക്കാൻ മാത്രം സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ നമ്മളൊരു കാര്യം ഫോണിൽ കൂടെ ഒരാളോട് സംസാരിച്ചു, ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ മൊബൈലിൽ അതേ കാര്യം നമ്മൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ പറയുന്നതിനകത്തെ കീ ആയിട്ടുള്ള വാക്കുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിന് പറ്റും. വേണ്ട, മൊബൈൽ ഫോൺ ഓൺ ചെയ്തൊന്നും നമ്മൾ സംസാരിക്കണം. മൊബൈൽ ഫോൺ നമ്മുടെ അടുത്ത് വെച്ചുകൊണ്ടിരുന്ന് വേറൊരാളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്, ഇപ്പൊ സപ്പോസ് നമ്മൾ ഏതെങ്കിലും ലേ മെറിഡിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ അല്ലെങ്കിൽ ഹോട്ടലിന്റെ പേരോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഒരു ഇത് പറയുകയാണെങ്കിൽ, ഹോളിഡേ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചു, അതിനുശേഷം നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുക, അതിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നേരെ ഫോണിൽ കാണാൻ. ഇത് എങ്ങനെയാണ്? ഇത് ടെക്നോളജി എത്രമാത്രം. ഇനി നമ്മൾ പണ്ട് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു പിന്നെ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നെങ്കിൽ, ഇനി സെർച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക പോലും വേണ്ട, നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പരസ്യം കാണാവുന്ന ലെവലിലേക്കുള്ള അതിനുള്ള റിസർച്ച് ഒക്കെ നടക്കുന്നതാണ് പറയാം. ഇത് ഒത്തിരി വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്ന് ഒത്തിരി കൊച്ചു കുട്ടികൾ പോലും വലിയ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇന്റർനെറ്റ് റവല്യൂഷൻ വന്നതിന് ശേഷം നമ്മൾ ആലോചിച്ച് നോക്കുക, നാട്ടിൻപുറത്തെ പണ്ടും ഉണ്ടായിരുന്നു, നാട്ടിൻപുറത്ത് ചില നല്ല ചെറിയ ചായക്കട ഉണ്ടായിരുന്നു, അവിടുത്തെ ദോശയും ചമ്മന്തിയും ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു പണ്ടും. പക്ഷെ ആ ഒരു പഞ്ചായത്തിലുള്ളവർ മാത്രമേ അത് അറിഞ്ഞിരുന്നുള്ളെങ്കിൽ ഇന്ന് ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഇതെല്ലാം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായ സാധ്യതകളാണ്. ഇന്റർനെറ്റിനെയും ഇതിനെക്കുറിച്ച് നമ്മള് മിക്കവാറും ആൾക്കാർ മലയാളികളാണെങ്കിൽ റിലയൻസിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. റിലയൻസ് ആണ്ട് വലിയ കുഴപ്പം ചെയ്യും. ഈ റിലയൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇന്റർനെറ്റ് കിട്ടിയ ഇതൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ ആൾക്കാരിൽ എത്തിയത്. എന്ന് പറയുന്ന പോലെ ധാരാളം കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ഇന്ന് ലക്ഷങ്ങൾ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ ഭാഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുക എന്നുള്ളതാണ് നോർമലി. അല്ലെങ്കിൽ ഒരു പഴയ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ബിസിനസ്സിന് നമുക്ക് ഒരു ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇനിയുള്ള ഇപ്പോഴത്തെ ഒരു റേഷ്യോ പറയുന്നത്, നമ്മളിവിടെ തുടങ്ങുന്ന ബിസിനസ്സുകളിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങിയാൽ തന്നെ അതിന്റെ സക്സസ് റേഷ്യോ 5% ഒക്കെ താഴെയുള്ളൂ. അതായത് ഇന്ന് തുടങ്ങിയാൽ 5 വർഷം കഴിഞ്ഞാൽ 5% ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പല റീസൺസും ഉണ്ട്. അതിന് ഇൻവെസ്റ്ററെ കിട്ടണം, ആ പ്രൊജക്ട് വിജയിക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ഡിവൈസാണ്. നമ്മുടെ കയ്യെ കാല് പോലെ ഉള്ളൊരു അവയവമായി മാറി മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ ശരിയായ രീതിയിലാണോ ആൾക്കാർ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ശരിയായ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണോ? ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ ഇന്നെന്താ സോഷ്യൽ മീഡിയ തുറന്നാൽ എന്താ കാണുന്നത്? ജാതി, മതം, രാഷ്ട്രീയം ഒക്കെ പറഞ്ഞ പടവെട്ടുകളാണ് നടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുള്ളതാണോ? ഒരാൾ 1000 കൊല്ലത്തെ ചരിത്രം പറയുമ്പോൾ വേറൊരാൾ 5000 കൊല്ലത്തെ പറയുന്നു, വേറൊരാൾ 10000 കൊല്ലത്തെ ചരിത്രം പറയുന്നു. ഇത് പടവെട്ടിക്കൊണ്ടിരുന്നിട്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷെ ഇതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ്. അതിനകത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യതയാണ്. ഇതിനകത്ത് 95 അല്ല 99% ആൾക്കാരും ഇതിനകത്തൂടെ പൈസ നഷ്ടപ്പെടുക, സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ശതമാനം ആൾക്കാർ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പോ ഈ ഓഡിയോ ഓഡിബിൾ അല്ലേ സൗണ്ട്? യെസ്, പെർഫെക്റ്റ് ആണ് സർ. പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ ഇതേ സാധനം വെച്ച്, ഇതേ മൊബൈൽ ഫോൺ വെച്ച് നമ്മളുടെ വീട്ടിലിരുന്ന് നമുക്ക് ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. പുതിയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ട്രേഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് പക്ഷെ നമുക്ക് കേട്ടിരിക്കുന്ന പലതും ചിലപ്പം ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല, ശരിയായ ആൾക്കാരിൽ നിന്നായിരിക്കില്ല. അപ്പൊ നമ്മള് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിന്റെ കറൻസിയാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ പണ്ട് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലായിരുന്നു ഇത്രയും വർഷം നമ്മൾ ഇരുന്നെങ്കിൽ ഇനി ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഓരോ രാജ്യത്തിനും ഓരോ കറൻസി ആയിരുന്നെങ്കിൽ ഇനി ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒറ്റ കറൻസിയിലേക്ക്
വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനകത്തൊക്കെ ധാരാളം ആൾക്കാർ വളരുന്നുണ്ട്. അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു ലേണിംഗ് ആപ്പ്, ഒരു മൊബൈലിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് ആപ്പ് നമുക്ക് തരുന്ന, അതിനെക്കുറിച്ച് ബേസിക്സ് മുതൽ പഠിപ്പിച്ചു തരാനുള്ള ഒരു 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുടെയും 49 മൊഡ്യൂൾ ഫോറക്സിന്റെയും തന്ന് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു കമ്പനിയാണ് മാക്ലേൺ. മാക്ലേൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പ്രസന്റ് ചെയ്തത്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് അവരവരുടെ വീട്ടിലിരുന്നല്ലേ അവരവരുടെ ഫോൺ വെച്ച് നമുക്കൊരു വലിയൊരു ഹൈ ഇൻകം സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാനും എന്നും എവിടെ പോയാലും, ഇപ്പൊ ഇവിടെയാണ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണ് കുട്ടികളൊക്കെ തന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞാൽ. അതേ സ്ഥാനത്ത് നമ്മളിത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഏത് രാജ്യത്ത് പോലും ഇപ്പൊ ആൾക്കാർ കുട്ടികളൊക്കെ തന്നെ ഈ നമ്മളെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നു, പുറത്തു പോകുന്നു, എന്നിട്ട് ആ ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പുറത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, പണ്ടത്തെ അവസ്ഥയല്ല. പഴയ ഇൻഫർമേഷനിലാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും കുട്ടികൾ പുറത്തു പോയി ചിലപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ടാവാം. അത് കേട്ട് ഇന്നും ആൾക്കാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും സർപ്ലസ് ആയി. നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലിയില്ല. അവർ പല ആൾക്കാരും അവനവന്റെ വീട്ടില് അവനവൻ കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കില്ലാത്ത കുട്ടികളൊക്കെ പുറത്തു പോയി പ്രായമുള്ളവരെ നോക്കാൻ നിൽക്കുകയും ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിൽക്കുകയും, കാരണം തിരിച്ചു വന്നാൽ അവർക്ക് ഇത്രയും പൈസ ലോണൊക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഓർക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവർക്കൊക്കെ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്കില്ലാണിത്. ഇതിന്റെ ബേസിക്സ് മുതൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ മൊബൈൽ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓടിച്ചു പറയാം, ഇതിന്റെ ലോജിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, visible ആണ്. കാണാൻ പറ്റുന്നുണ്ട്? കാണാം. സ്ക്രീൻ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഫയല്. ഓക്കെ. മാക്ലേൺ എന്ന് പറഞ്ഞ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. മാക്ലേൺ എന്ന് പറഞ്ഞ ഒരു UK ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർ തരുന്നത് നമ്മൾ ഇന്നത്തെ അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോയുടെയും ഫോറക്സിന്റെയും ബേസിക്സ് മുതൽ പഠിപ്പിച്ചു തരുന്ന ഒരു മൊബൈൽ ആപ്പാണ്. അതാണ് പ്രൊഡക്ഷൻ. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. 2010-11 സമയത്തൊക്കെ നമ്മൾ BTC ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബിറ്റ്കോയിനൊക്കെ വലിയ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിരിക്കുന്നത്. വളരെ നിസ്സാര പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കോടികളായിട്ട് നമുക്ക് മാറാമായിരുന്നു. ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പലപ്പോഴും ആ സമയത്ത് ഇത് പറഞ്ഞു തരാനോ ഇത് അറിയാനോ നമുക്ക് മാർഗമില്ലായിരുന്നുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞില്ല, നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ഇന്ന്
ഇന്ന് നമ്മൾ നിൽക്കുന്ന 2025-ലാണ്. ഈ സമയത്ത് ധാരാളം ഓപ്പർച്യൂണിറ്റി, അതേ ഓപ്പർച്യൂണിറ്റി ഇന്നും ലൈവാണ്. BTCയുടെ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ 2010-11 സമയത്തൊക്കെ നമ്മളൊക്കെ കേട്ടിരുന്നു. ഒന്നും അറിയാൻ മേല, പറഞ്ഞു തരുന്നവർക്കും അറിയാൻ മേല, കേൾക്കുന്നവർക്കും അറിയാൻ മേലാത്തൊരു ലെവലിലായിരുന്നു. ആ ലെവലിൽ നിന്ന് ഈ കോയിന്റെ ഒക്കെ വാല്യൂ പോയത് കോടികളായിട്ട്. നിസ്സാര പൈസക്ക് അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ 10,000 രൂപയ്ക്ക് ഇപ്പൊ BTC ഒക്കെ ഒരു 2011 ഒക്കെ വാങ്ങിയ അല്ലെ 10 ഒക്കെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്ന് ചിലപ്പോൾ ഒരു 90 കോടി 100 കോടി മറ്റും ഇന്ന് ആയനെ. അത് അത്ര 15 വർഷം കൊണ്ട്. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ അന്ന് ഉണ്ടായിരുന്നത് പലർക്കും ഇൻഫർമേഷൻ ഇല്ലായിരുന്നുകൊണ്ടാണ് പലർക്കും അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. BTC മാത്രമല്ല, അതിനുശേഷം പല ബിറ്റ്കോയിൻ മാത്രമല്ല, അതിനുശേഷം എത്തീറിയം, അതുപോലത്തെ പല കോയിൻസിനകത്തും ഇതേ ഓപ്പർച്യൂണിറ്റി തന്നെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാഞ്ഞത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആ സമയത്ത് ശരിയായ രീതിയിൽ ഗൈഡൻസ് നമുക്കില്ലായിരുന്നുകൊണ്ടാണല്ലോ. പല ആൾക്കാരും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ചിലപ്പം സമയം കാണുകയല്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മാക്ലാൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ചെയ്യുന്നത് ബേസിക്സ് മുതൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മൊബൈൽ ആപ്പ് തരുന്നു. അതിന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. ഇതിനകത്ത് നമുക്ക് ലേണിങ്ങും ട്രേഡിങ്ങും കൂടെ ഒന്നിച്ച് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതായത് ലേണിംഗ് ആൻഡ് ട്രേഡിങ് ഒന്നിച്ച്, അതായത് നമുക്ക് പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ ഏൺ ചെയ്യാനായിട്ടും പറ്റും. ഈ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു ഹൈ ഇൻകം സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ലൈഫ് ലോങ് നമുക്ക് അതിനകത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാം. കുടുംബത്തിലെ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്നും നമുക്ക് റിസ്ക് ആണ്. ഇന്ന് ഒരു സ്കൂൾ കോളേജ് സിലബസുകളിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു ഇതിനെക്കുറിച്ചും ക്രിപ്റ്റോയെ കുറിച്ചും. നമ്മളെല്ലാം മിക്കവാറും പ്രത്യേകിച്ച് ഒരു 35 വയസ്സ് താഴെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരൊക്കെ ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ 60% ആൾക്കാരും 35 വയസ്സ് താഴെയാണ്. ഇന്ത്യ ഇപ്പോൾ ലോകത്ത് സൂപ്പർ പവർ ആവുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അതാണ്. 60% ആൾക്കാരും 35 വയസ്സ് താഴെയാണ്, അല്ലെ 50% ആൾക്കാരും 25 വയസ്സ് താഴെയാണ്. അവർ മുഴുവനും ടെക്നോളജി പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് ഇനി കാരണം ഒരുപക്ഷെ ഇന്നൊരു 40-45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരും അതിൽ താഴെയുള്ള ആൾക്കാരും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. പണ്ടത്തെ അന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു അന്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും വലിയ അന്തരം ടെക്നോളജി ഉപയോഗിക്കുന്നവരും ടെക്നോളജി ഉപയോഗിക്കാത്തവരും തമ്മിലുള്ള വലിയൊരു അന്തരമാണ്. ഇതിനകത്ത് നമ്മൾ പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം, അതിൽ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഭീകരമായിരിക്കും. അന്നേരം നോർമൽ ഫിസിക്കൽ ആയിട്ടുള്ള വർക്ക് കൊണ്ട് മാത്രം ഇൻകം ഏൺ ചെയ്യുന്നവർ കുറെ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഒത്തിരി പുറകിലായിരിക്കും. ഇപ്പൊ അമേരിക്ക പോലത്തെ രാജ്യത്തെ കുറിച്ചൊക്കെ തന്നെ നമുക്കറിയാവുന്നത് പലതും വലിയ സമ്പദ് സമൃദ്ധിയെ കുറിച്ചായിരിക്കും അറിയാമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ തറമക്കാരാണ്. അത് പക്ഷെ നമുക്ക് ആ സ്റ്റോറി അറിയാൻ മേലെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്നല്ലോ, ഇനി ടെക്നോളജിയിലേക്ക് വരാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ട്രേഡിങ്ങിലൂടെ നമുക്ക് ഡേ ട്രേഡിങ് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ബേസിക്സ് മുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ഇത് ഈ ആപ്പിലുണ്ടാകും. 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുടെ 49 മൊഡ്യൂൾ ഫോറക്സിന്റെയാണ് വരുന്നത്. 1000 കോയിൻ നമുക്ക് അതിനോടൊപ്പം കിട്ടും. 1000 കോയിൻ അത് നമുക്ക് ഇടയ്ക്ക് ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ എക്സാം ഉണ്ട്. എക്സാമിൽ പാസ്സായാൽ 10 കോയിൻ അഡീഷണൽ നമുക്ക് കിട്ടും. ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ 10 കോയിൻ പോകും. ഇതൊരു ഗെയിമിഫിക്കേഷൻ, ഒരു കളി, ഒരു മൊബൈൽ ഗെയിം പോലെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എല്ലാ കാര്യങ്ങളും ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ഉള്ളൊരു ആപ്പാണ്. ഇത് കൂടാതെ നമ്മൾ ടീം ലെവലിൽ എല്ലാ ദിവസവും നമുക്ക് സീരിയസ് ആയിട്ട് വരുന്നവർക്ക് പഠിച്ച് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് സീരിയസ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർക്ക് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് വേണേലും ചോദിക്കാൻ പറ്റുന്ന ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. അതായത് ഇന്നിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നാളെ രാവിലെ 6:30 മീറ്റിംഗിൽ കയറാം. അതിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ ട്രേഡിങ് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാനും അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ പറഞ്ഞു തരാനുള്ള സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എറണാകുളത്തൊക്കെ ആണെങ്കിലും ക്രിപ്റ്റോ മാത്രം പഠിപ്പിക്കാൻ 28,000-30,000 രൂപ, ക്രിപ്റ്റോയും ഫോറക്സോടെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് 44,000-50,000 രൂപ വരെ ചാർജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പഠിക്കാം. പക്ഷേ അവിടെ പഠിക്കുമ്പോൾ നമ്മൾ ആ കോഴ്സ് പീരീഡ് കഴിഞ്ഞാൽ 2 months അല്ലെ 3 months പീരീഡ് കഴിയുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ലോ. സ്വാഭാവികമായിട്ട് അവർ എത്ര സ്റ്റുഡൻസിനെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരെ മുഴുവൻ പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ഉള്ള സപ്പോർട്ടാണ്. ലൈഫ് ടൈം നമുക്ക് ഇതിന്റെ സപ്പോർട്ട് കിട്ടും. നമ്മുടെ സമയം പോലെ സൗകര്യം പോലെ ഇതിനകത്ത് തിയറി ഇതിനകത്തോട് പഠിക്കാം. പ്രാക്ടിക്കൽ സെഷൻ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, അതിനകത്ത് കയറി നമുക്ക് പഠിക്കാം. നമ്മുടെ സമയവും സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്.
മാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം ഏൺ ചെയ്ത് തുടങ്ങാം. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മറ്റുള്ള ആൾക്കാർ റെഫർ ചെയ്യാൻ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഇതിനകത്ത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത്. കാരണം ഏതൊരു കമ്പനിക്കും കസ്റ്റമർ വേണേൽ ഒരു പരസ്യം കൊടുക്കേണ്ടി അല്ലേ? നമ്മളിപ്പം ഒരു നമ്മൾ ക്രിപ്റ്റോ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ നടത്തുന്നത് വിചാരിക്കുക. അതിന് സ്റ്റുഡൻസിനെ കിട്ടണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ സഹായത്തോടെ നമുക്ക് അഡ്വർടൈസ് ചെയ്തേ പറ്റൂ. ഭീമമായ രൂപ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വേണം ഈ ഒരു കസ്റ്റമറെ ഉണ്ടാക്കാൻ. അതാണ് നിങ്ങൾക്ക് അറിയാവുന്ന പല നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം കാണുന്നു, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഉടനെ ആള് വിളിക്കുന്നു, തൊട്ടു പുറകെ പിന്നെ ഫോളോ അപ്പ് കോൾസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? അതിന് ഒത്തിരി ഭീമമായ പൈസ ചെലവാക്കേണ്ട ആണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇവിടെ ആ പൈസ ഇത് നമ്മൾ ഇതിനകത്ത് ഈ മൊബൈൽ ആപ്പ് വാങ്ങി നമ്മൾ ട്രേഡ് ചെയ്യാനും വന്നിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇവർ തിരിച്ചു തരും. അങ്ങനെ റെഫറൽ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഇന്നിപ്പം പല ഫ്ലൈറ്റ് കമ്പനികളും ഒക്കെ ചെയ്യുന്നതാണ് അഫിലിയേറ്റ് പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ നമുക്ക് പല ബ്രാൻഡുകളെ എൻഡോഴ്സ് ചെയ്യാം. ഈവൻ ഇപ്പൊ നമുക്ക് ആമസോണിലെ പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ വാങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുത്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പറഞ്ഞ് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻകം കിട്ടും. ഇതുപോലെ അഫിലിയേറ്റ് പ്രോഗ്രാം പല മേഖലയിലും നടക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ ഈ ഒരു മൊബൈൽ ആപ്പ് നമ്മൾ വാങ്ങി ഇത് കൊള്ളാം, യൂസ്ഫുൾ ആണ്, ആൾക്കാർക്ക് ഗുണമുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം ഉണ്ടാകും, ചോദിക്കാനും കൃത്യമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഗൈഡൻസ് തരാൻ ആൾക്കാരുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്കിത് മറ്റുള്ളവർക്ക് വേണ്ടി റെഫർ ചെയ്തുള്ള ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് അഫിലിയേറ്റ് പ്രോഗ്രാം. ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നു. കാരണം ആൾക്കാർക്ക് ലോകം മുഴുവൻ, അത് എവിടെയാണ് മാർക്കറ്റ്? ലോകം മുഴുവനാണ്. 24 hours ആണ് ക്രിപ്റ്റോയുടെ മാർക്കറ്റ്. ലോകം മുഴുവൻ നമുക്ക് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യം വരുന്നത് നമ്മളൊരു അസോസിയേറ്റ് ആയിട്ട് നമ്മൾ വരുന്നു. ആ അസോസിയേറ്റ് ആയിട്ട് വന്നതിന് ശേഷം അതായത് $100 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ട്രേഡിങ് പഠിക്കാം, പഠിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ മുതൽ വേണം ഇൻകം ഏൺ ചെയ്ത് തുടങ്ങാം, മറ്റുള്ള ആൾക്കാർക്ക് ഇത് റെഫർ ചെയ്യാം. ഇതെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മൊബൈൽ ആപ്പിന് $100 ആവശ്യമുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. നോർമലി പുറത്ത് നമ്മൾ ഇതിന്റെ 4 ഇരട്ടി കൊടുത്താൽ കിട്ടാത്തൊരു ഇതാണ് നമുക്ക് ഈ $100 കിട്ടുക. അപ്പോൾ ഒരു അസോസിയേറ്റ് നമുക്ക് അത് കൂടാതെ റെഫർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരാളെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ $100 കൊടുത്ത് ഒരാള് ഈ മാക്ലേണിന് നമ്മൾ റെഫർ ചെയ്താൽ അവർക്ക് USDT പേയ്മെന്റ് കൊടുത്തവർ ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റും. ആക്റ്റീവ് ആക്കിയാൽ അപ്പോൾ റെഫർ ചെയ്ത ആൾക്ക് $30 നമുക്ക് കമ്മീഷൻ കിട്ടും. $30 ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അത് നമുക്ക് ഒരു അഡീഷണൽ ഇൻകം, ഈ ട്രേഡിംഗ് ഇൻകം കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഇൻകം. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 പേരെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം കൂടുന്നുണ്ടാവും. 5 പേരെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ലെവല് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് എന്നാണ് ആ ലെവലിന് പറയാം. അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു ലെവലായി. ആ അഫിലിയേറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ 5 പേരിൽ നിന്നും നമുക്ക് $30 വെച്ച് ഇൻകം കിട്ടിയത് കൂടാതെ $40 എന്ന് പറഞ്ഞ സ്ലാബിലേക്ക് കയറി. പിന്നെ നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് $40 വെച്ചിട്ടാണ്. ഇതാണ് അഫിലിയേറ്റ് റാങ്കിലേക്ക് എത്തിക്കുക. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആവും. ഒരാൾ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നമ്മൾക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മളുമായിട്ട് സർക്കിളിൽ നമ്മുടെ പരിചയത്തിലുള്ള ആരെ വേണേലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അടുത്ത നെക്സ്റ്റ് ലെവൽ മുതൽ ലീഡർഷിപ്പ് ലെവൽ എന്ന് പറയും. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് ഇൻകം കൂടുതൽ അതർ ബെനിഫിറ്റോട് കിട്ടുന്ന ഒരു ലെവലാണ്. ലീഡർഷിപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ താഴെ നമ്മൾ 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്കി ഇനിയും നമുക്ക് കൂടുതൽ ആൾക്കാരെ റെഫർ ചെയ്യാം. അതിൽ ആരെങ്കിലും 2 പേര് നമ്മുടെ ലെവലിലേക്ക് അഫിലിയേറ്റ് റാങ്കിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അംബാസഡർ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് നമ്മൾ എത്തും. ഈ അംബാസഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ 2-3 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ഈ അംബാസഡർ റാങ്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ $45 നമുക്ക് കിട്ടുന്നത്. നേരത്തെ 40 ആയിരുന്നത് ഇപ്പൊ 45 ആയി. ഇത് കൂടാതെ ഈ അംബാസഡർ റാങ്ക് മുതൽ നമ്മളൊരു കമ്മ്യൂണിറ്റി, അംബാസഡർ റാങ്ക് എന്ന് പറയാൻ നമുക്കൊരു ടീം ഉണ്ടാവും, നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെയാണോ ഈ പ്ലാറ്റ്ഫോമിലൂടെ വന്ന്, ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇതിനുവേണ്ടി സപ്പോർട്ട് തരുന്ന നമ്മുടെ മാക്ലേണിന്റെ പാർട്ണർ. ബിറ്റ്കെറ്റിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിറ്റ്കെറ്റ് മാക്ലേൺ ഒരു ബ്രോക്കറേജിന്റെ സർട്ടൺ പെർസെന്റേജ് ഈ മാക്ലേൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കും. അതിന്റെ 40% ഈ റാങ്കിൽ എത്തിയിട്ടുള്ള അംബാസഡർ റാങ്കിൽ എത്തിയിട്ടുള്ള ആൾക്കാരിലേക്ക് ഡിവൈഡ് ചെയ്യും. ഒരു വലിയൊരു, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു എക്സ്ചേഞ്ച് നടത്തുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ഈ ലെവൽ മുതൽ നമുക്ക് കിട്ടി തുടങ്ങും. അതാണ് ലീഡർഷിപ്പ് ലെവൽ എന്ന് പറയുന്നത്. അംബാസഡർ എന്നാണ് ഈ ലെവലിന് പറയുന്നത്. ഈ ലെവലിൽ എത്താനായിട്ട് നമ്മളൊരു 10 പേരെ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം, റെഫർ ചെയ്തിട്ടുണ്ടാവണം. 25 ഒരു ടീം സൈസ് 25 ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇതിനകത്ത്. നമ്മളുടെ ടീമിൽ 2 പേര് അഫിലിയേറ്റ് റാങ്കിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് എത്തിച്ചിട്ടുണ്ടാവും. ഇനി ഈ ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 75,000-1 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഇൻകം പ്രതീക്ഷിക്കാവുന്ന ലെവൽ. നെക്സ്റ്റ്
ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യനെയർ എന്ന് പറഞ്ഞ ലെവലാണ്. നെക്സ്റ്റ് ലീഡർഷിപ്പ് ലെവലാണ്. അതായത് നമ്മളുടെ താഴെ 2 അംബാസഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ റാങ്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ താഴെ വരുന്നവനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻകം കിട്ടുന്നത്. താഴെ വരുന്നവരെ നമ്മുടെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ ആര് തയ്യാറാവുന്നത്, അതായത് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പം പൈസ കൊടുത്തൊക്കെ എത്ര പേരെ നമുക്ക് ഒരാൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അതിൽ അവരെ ഉയർത്തിക്കൊണ്ട് വന്നാൽ നമ്മുടെ ഏറ്റവും സ്നേഹമുള്ളവരെ അടുപ്പമുള്ളവർക്കും നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്. അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ റാങ്ക് വരികയും അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ അടുത്ത മില്യനെയർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്വന്തമായിട്ടൊരു എക്സ്ചേഞ്ച് നടത്തുന്ന അതേ ബെനിഫിറ്റുകൾ ഉണ്ടാകുകയും ചെയ്യും. 15 പേരെ റെഫർ ചെയ്യുകയും 100 പേര് ടീം സൈസ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. ആ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ അന്നേരം $50 വെച്ച് ഇൻകം ഉണ്ട്. അതാണ് ആ ലെവൽ. നെക്സ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ബില്യനെയർ ആണ്. ബില്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ $55 ആയിരിക്കും ബില്യനെയർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ കിട്ടുന്നത്. ഇതിന്റെ ഒരു ലോജിക്ക് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് ഈ ഫിഗറിൽ നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കണമെന്നില്ല. 20 ഡയറക്റ്റ് ആയിട്ട് റെഫറൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. എത്രയോ പേര് ബിസിനസ്സും ജോലിയും ഒക്കെ മോശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു മൊബൈൽ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ എനിക്കറിയാമല്ലോ. ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര ഓപ്പർച്യൂണിറ്റികൾ. ഒരു ടീം സൈസ് 300 ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേനാണ് നമ്മൾ ബില്യനെയർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുന്നത്. റാങ്കിലൊക്കെ വലിയ ഇൻകം പൊട്ടൻഷ്യൽ ഉള്ള ഒരു റാങ്കാണ്. അടുത്ത ട്രില്യനെയർ, ഇതിന്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ട്രില്യനെയർ ആണ്. ട്രില്യനെയർ റാങ്കിൽ എത്തിയാൽ ഒരാളെ റെഫർ ചെയ്താൽ നേരം $60 വെച്ച് നമുക്ക് കിട്ടും. 25 പേരെ ഡയറക്റ്റ് റെഫറിലും 750 പേരുടെ ടീം സൈസ് മതി. ഇത് ലോകം മുഴുവനാണ്. നമ്മൾ റെഫർ ചെയ്യുന്നവർ അവർ റെഫർ ചെയ്യുന്നവർ എല്ലാം കൂടിയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ കൂടി 25 പേരുടെ ആവശ്യമുള്ളൂ. അതിൽ 2 പേര് ഡെവലപ്പ് ചെയ്ത് നമ്മളെ പോലെ തന്നെ ഉയർന്നു വന്നാൽ തന്നെ ധാരാളം മതി. ആരെങ്കിലും നമ്മൾ ഈ റെഫർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും അവരുടെ താഴെ വരുന്നവർ ആരെങ്കിലും സീരിയസ് ആയിട്ട് അവർ ബിസിനസ്സിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ മതി നമ്മൾ ഈ റാങ്കിൽ എത്താനായിട്ട്. ഈ റാങ്കിലൊക്കെ വലിയ പ്രോഫിറ്റബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ഇതിന്റെ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കുക. അതിനൊരു ചാർട്ടാണ്. അതായത് നമ്മൾ ആദ്യം ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് അഫിലിയേറ്റ് റാങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് $30 കിട്ടും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അസോസിയേറ്റ് റാങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരാളെ റെഫർ ചെയ്താൽ $30. നമ്മൾ അഫിലിയേറ്റ് റാങ്കിലേക്ക് എത്തിയ ഒരാളെ റെഫർ ചെയ്യുന്നതിന് $40 കിട്ടും. ഡിഫറൻഷ്യൽ, അതായത് നമ്മളെ $40 സ്ലാബിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ ടീമിലേക്ക് $40 വെച്ചായിരിക്കും അലോക്കേഷൻ. അതിന് താഴെ വന്നിരിക്കുന്നവർ ഏതെങ്കിലും പെർസെന്റേജ് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ബാക്കി ഡിഫറൻഷ്യൽ കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അഫിലിയേറ്റ് റാങ്കിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതിന് 40 കിട്ടുന്നു. അദ്ദേഹത്തിന്റെ താഴെ 5 പേര് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യുന്നതിനൊക്കെ $10 വെച്ച് അവർ കിട്ടും. അതാണ് അടുത്ത അംബാസഡർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ ടീമിലേക്കുള്ള ടോട്ടൽ അലോക്കേഷൻ $45 വെച്ചായിരിക്കും. അതിന്റെ അവർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നവർ 45, നമ്മൾ താഴെ വന്നിട്ടുള്ള ആൾക്കാരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തതിന് ശേഷം അവർക്ക് ഡിഫറൻഷ്യൽ കമ്മീഷൻ ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ ഇൻഷുറൻസിലും ഒക്കെ ഡെവലപ്മെന്റ് ഓഫീസറോ അല്ലെ ആ റാങ്കിൽ ഇരിക്കുന്നവർ അവരുടെ ടീമിൽ താഴെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടിരുന്ന ബിസിനസിന്റെ മുകളിൽ ഒരു ഓവർ റൈഡിങ് കമ്മീഷൻ ഉണ്ട്. അതാണ് ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാന്നുള്ളൂ. ഫിഗർ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതിനകത്ത് അന്നേരം മൊബൈലിൽ നമുക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും. അടുത്തത് മില്യനെയർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ $50 ഡിഫറൻഷ്യൽ കമ്മീഷനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ട്രില്യനെയർ എന്ന് പറഞ്ഞാണ് ഇതിന്റെ ഹയസ്റ്റ് റാങ്ക്. ഇതിനകത്ത് ഇത് വളരെ യൂണീക്കാന്ന് പറയാൻ വേറൊരു കാരണം കൂടിയാണ്. ഇതിനകത്തൊരു ഈക്വൽ റാങ്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന സംഭവം ചില ബിസിനസ് പ്ലാനുകളൊക്കെ കാണുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ വലിയ ലെവലിലേക്ക് വളർന്നു പോയി ആ സ്പോൺസർക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലാതെ പോകും നമ്മൾ കാഴ്ച കാണാറ്. പക്ഷെ ഇവിടെ ഈക്വൽ റാങ്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവന്ന ഒരാൾ നന്നായിട്ട് വളർന്നു വരുന്നത് അതിന്റെ നമ്മളും അതേ സെയിം റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ തരാനില്ലല്ലോ. ആ സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ ഇൻകത്തിന്റെ 10% ആണ് ആ സ്പോൺസർ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ലൈഫ് ലോങ് നമുക്ക് കിട്ടാനുള്ളത്. അതാണ് ഈക്വൽ റാങ്ക് ബെനിഫിറ്റ്. അല്ലെങ്കിൽ ധാരാളം ആൾക്കാരല്ലേ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ പോകുന്ന പല പ്ലാനുകളുണ്ട്. ഇത് അങ്ങനെ ആയിരിക്കില്ലെന്നർത്ഥം. ഇത് കൂടാതെ എലൈറ്റ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹയസ്റ്റ് ലെവലാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ ലീഡേഴ്സ് ക്ലബ്ബാണ്. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ക്ലബ്ബാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രില്യനെയർ എന്ന് പറഞ്ഞ ഹയസ്റ്റ് റാങ്കിൽ എത്തിയതിനു ശേഷം നമ്മളുടെ താഴെ 2 ട്രില്യനേഴ്സിനെ വന്നു കഴിയുമ്പോഴത്തേന് ഉണ്ടാകുന്ന അടുത്തൊരു ലെവലാണ് ഈ എലൈറ്റ് പാർട്ണർ. എലൈറ്റ് പാർട്ണർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു ഗ്ലോബൽ ടേൺ ഓവറിന്റെ 5% ഈ എലൈറ്റ് പാർട്ണേഴ്സിന്റെ ഇടയിലേക്ക് ഡിവൈഡ് ചെയ്യും. അതിലൊരു ഷെയർ നമുക്ക് കിട്ടാനുള്ള ഒരു വലിയ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അതിലേക്ക് നമ്മൾ എത്തും. അടുത്തത് റീസൈക്കിൾ ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ മൊബൈൽ ആപ്പ് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ട്രേഡിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് റിന്യൂവൽ ഇല്ല, ലൈഫ് ലോങ് അവർക്ക് സപ്പോർട്ട് കിട്ടും. അല്ല നമ്മളിത് മാർക്കറ്റ് ചെയ്ത് ഇൻകം കൂടെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഓരോ $500 വരുന്ന സമയത്തും
എഗെയിൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് റിന്യൂ ചെയ്യണം. ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് റിന്യൂ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ബിസിനസ്സിൽ വളർന്നു, ഹയർ റാങ്കിലെത്തി. നമ്മളുടെ കൂടെയുള്ള ടീമിൽ വരുന്നവർ ഓരോ $500 വാങ്ങുമ്പോൾ അവരുടെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്ലാബിൽ നിൽക്കുന്നോ, ഏത് റാങ്കിൽ നിൽക്കുന്നോ, ആ റാങ്കിൽ അനുസരിച്ചുള്ള ഇൻകം നമുക്ക് സ്പോൺസർ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടും. ഒരു വലിയൊരു ഇൻകം ആണ്. അതാണ് റീസൈക്കിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്. പാർട്ണർഷിപ്പ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ റാങ്കിലും എത്തിക്കഴിഞ്ഞാൽ, അതായത് അംബാസഡർ റാങ്ക് മുതൽ മുകളിലേക്ക് എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു എക്സ്ചേഞ്ച് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് നമ്മളെ ടീമിൽ വരുന്നവര് ഈ ബിറ്റ്കെറ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഈ ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത്, നമ്മൾ ക്രിപ്റ്റോയുടെ ട്രേഡിങ് ചെയ്യുന്നത്. അതുപോലെ കാർട്ടൺ എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഫോറക്സിന്റെ ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ടീമിലുള്ളവർ ട്രേഡ് ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ബ്രോക്കറേജ് അതിന് 40%, അതായത് അംബാസഡർ റാങ്കിൽ എത്തിയ ആൾക്കാരുടെ ഇടയിൽ 40% ഡിവൈഡ് ചെയ്യും. മില്യനെയർ റാങ്കിൽ എത്തിയിരിക്കുന്നവരുടെ ഇടയിൽ 25%, അതിന്റെ ബില്യനെയർ റാങ്കിൽ എത്തിയിരിക്കുന്ന ആൾക്കാരുടെ 15%. കാരണം ഹയർ റാങ്കിലേക്ക് എത്തുമ്പോൾ വോളിയം ഒത്തിരി കൂടുതലുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പെർസെന്റേജ് താഴുന്നത്. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇതുപോലെ മൾട്ടിപ്പിൾ സാധ്യതകളാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതെല്ലാം കൂടാതെ നാലാമത് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, പണ്ട് ഉണ്ടായിരുന്ന ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഇതുപോലത്തെ കോയിനൊക്കെ വലിയ ലെവലിലുള്ള ഗ്രോത്ത് ഉണ്ടായി, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഇനിയും ധാരാളം കോയിൻസ് അതുപോലെയൊക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ ഇൻവെസ്റ്റർ ആണെങ്കിൽ, ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. സാധാരണ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അപ്പൊ വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്കിൽ പോലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്ന നോളജും നമുക്ക് ഇതിൽ കൂടെ കിട്ടും, നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലത്തെ സാധ്യതകൾ ഇനിയുണ്ട്. സാധ്യത തീർന്നു പോയെന്ന് വിചാരിക്കരുത്. മാർക്കറ്റ് ആവുന്നേ ഉള്ളൂ, വലിയ ലെവലിലേക്ക് വരുന്നേ ഉള്ളൂ. കാരണം ക്രിപ്റ്റോ ഒക്കെ ലീഗലൈസ് ചെയ്തു. ഇന്ത്യയിൽ നമുക്ക് ലീഗലാണ്, ടാക്സ് അടച്ചാൽ മതി, നമുക്ക് ക്രിപ്റ്റോ ഇൻകം നമുക്ക് ചെയ്യാം. അപ്പൊ അത് ഇനി ഇതിന്റെ കാലങ്ങൾ, ഇനി ഇതിന്റെ ഫ്യൂച്ചറാണ്. ആ സമയത്ത് നമുക്കൊരു ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ അതിനുള്ള പൈസയും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയും അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷനും കൂടെയാണ് നമുക്ക് ഇതിനകത്ത് നിന്നാ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ 4 തരത്തിൽ, ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഇൻകം കിട്ടും, രണ്ടാമത് റെഫർ ചെയ്ത് നമുക്ക് അഫിലിയേറ്റ് ഇൻകം ഉണ്ടാക്കാം, മൂന്നാമത് ഒരു സർട്ടൺ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഈ ബ്രോക്കറേജ്, നമ്മളൊരു എക്സ്ചേഞ്ച് നടത്തുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടും, നാലാമത് അവസാനം ഇൻവെസ്റ്റർ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വലിയ ഒരു ഇൻവെസ്റ്ററായിട്ട്, ക്രിപ്റ്റോയിലെ ഒരു ഇൻവെസ്റ്ററായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. വെറും മൊബൈൽ ഫോൺ മാത്രം മതി. ഇത് യാത്രക്കിടയിൽ എവിടെ വേണേലും നമുക്ക് പോകുന്നതിനിടയിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയം പോലെ ആയ ഒരു സംഗതിയാണ് മൊബൈൽ ഫോൺ. അപ്പൊ ഇതുകൊണ്ട് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പല ആൾക്കാരും അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം വെറുതെ രാഷ്ട്രീയം പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ നമ്മൾ കളയുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോൺ വെച്ച് തന്നെ നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങൾക്കും നമുക്ക് ഇൻകം ഉണ്ടാക്കാം. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സ്കൂളിൽ അല്ലെ അവർക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു ചെറിയ പൈസ, എനിക്കറിയാവുന്ന പല വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ അവരൊക്കെ അടുത്ത ജനറേഷനെ ഗ്രൂം ചെയ്യുന്ന അങ്ങനെയാണ്. ചെറിയൊരു പൈസ കൊടുത്തിട്ട് കുട്ടികളിലേക്ക് കൊടുത്തിട്ട് അത് വളർത്തി കാണിക്കാൻ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുട്ടികൾ പലരും കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് പോകുന്നുണ്ട്? അതിന്റെ റീസൺ എന്നാ, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. വീട്ടിൽ തന്നെ ഈ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ വളരുന്നതിനെ കുറിച്ചുള്ള ടോക്കുകളില്ല. പല ആൾക്കാരും നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ട് മറ്റെന്തോ വേറെ ടീച്ചർമാരോ ആരെങ്കിലും പഠിപ്പിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഇനിയുള്ള കാലം അതിന്റെ അല്ല. ഇനിയുള്ള കാലം എന്റർപ്രണർഷിപ്പിന്റെ കാലമാണ്. സ്വയം സംരംഭകനാകുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. എംപ്ലോയ്മെന്റ് ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ എംപ്ലോയ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, പെൻഷൻ ഇല്ല, ശമ്പളം ഇല്ല, ശമ്പളം ഇൻസ്റ്റാൾമെന്റ് ആയി, പെൻഷൻ ഇൻസ്റ്റാൾമെന്റ് ആയി. ഇനി പുതിയതായിട്ട് ജോലിക്ക് വരുന്നവർക്ക് ആർക്കും പെൻഷൻ കൊടുക്കാൻ ആർക്കും പറ്റില്ല. അതാരുടെയും നമ്മൾ ഇവിടെ പിണറായി വിജയനെ ചില ആൾക്കാർ ചീത്ത വിളിക്കുന്നു, നരേന്ദ്രമോദിയെ ചില ആൾക്കാർ ചീത്ത വിളിക്കുന്നു, കാര്യമില്ല. അത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിന്റെ മാറ്റമാണ്. ഇനിയുള്ള കാലത്ത് നമ്മൾ പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇൻകം എന്തായാലും ഒരു 2 വീലറെ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് സേഫ് ആണ് 3 വീലറെ ഓട്ടോറിക്ഷയിൽ പോകും. കാരണം 3 വീലുണ്ട്. 4 വീലുള്ള കാറെ കുറച്ചുകൂടെ സേഫ് ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു സേഫ് ആണ് ഒരു മൾട്ടി ആക്സിൽ വണ്ടിയിൽ പോകുന്നത്. എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടും. അത് തീർച്ചയായിട്ടും നമുക്ക് എന്നും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും ഈ മാക്ലാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഒരു വലിയ ഒരു ലെവലിലേക്ക്, ആദ്യം ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് സീരിയസ് ആയിട്ട്
നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിനകത്തൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഗ്രൂപ്പിൽ തന്നെ മിക്കവാറും ഇതിൽ നന്നായിട്ട് ട്രേഡിംഗ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം മാത്രം ട്രേഡിംഗ് എന്ന് പറഞ്ഞ ABCD അറിയാൻ മേലായിരുന്നവർ പലരും ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ മിക്കവാറും എനിക്ക് തോന്നുന്നു MC നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റികളിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ പിന്നീട് നമ്മൾ ചിന്തിക്കുക, അന്നത് ഞാൻ കേട്ടതാണ്, അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല, നഷ്ടപ്പെടുത്തി പോയി. പിന്നെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെപ്പോഴും റിസ്ക് അനലൈസ് ചെയ്യണം, അല്ലെ? നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ഒരു ബിസിനസ്, വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ റിസ്ക് അനലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടുള്ള റിസ്ക് അനലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ഒരാൾ ആദ്യം ചിന്തിക്കുന്നത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ വരാവുന്ന ചലഞ്ച് എന്താണ്, അതിന്റെ ലോസ് എന്താണെന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. അതായത് നിർത്തേണ്ടി വന്നാൽ, നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങാനാണ് ഏറ്റവും എളുപ്പം. പല വലിയ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. വലിയ ടേൺ ഓവർ ഉള്ള, വലിയ എംപ്ലോയീസ് ഉള്ള, വലിയ ഓവർ ഹെഡ്സ് ഉള്ള, വലിയ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് അവരെപ്പോഴും ആദ്യം ചിന്തിക്കുന്നത്, കാരണം ഒരു ബിസിനസ് തുടങ്ങാനാണ് ഏറ്റവും എളുപ്പം, സ്റ്റോപ്പ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഏത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ എളുപ്പം, പകുതി വഴിക്ക് പിന്നെ മുമ്പോട്ടും മേലെ പുറകോട്ടും മേലാത്ത അവസ്ഥയാണ് പല ആൾക്കാർക്കും വരുന്നത്. ഇന്നും എനിക്കറിയാം പല ബിസിനസ്സുകാരും നമ്മളോട് പറയാറുണ്ട്, സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിയില്ല. ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ പല റീറ്റെയിൽ ഷോപ്പുകളോടൊക്കെ ആരോടൊക്കെ സംസാരിച്ച് നോക്കുക. കാരണം അവർക്ക് പല ആൾക്കാരും ലോസിലാണ്, ബിസിനസ് ഇല്ല, പക്ഷെ ആ കട അവർക്ക് ആ സെൻട്രലിലുള്ള ജംഗ്ഷനിലുള്ള ഒരു കട വിട്ടു കഴിഞ്ഞാൽ ഇനി ആ ഏരിയയിൽ ഒരു കട കിട്ടുകയില്ലാത്തതിന്റെ പേര് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് നിർത്താനും മേല, നടത്താനും മേല. ഇങ്ങനത്തെ ധാരാളം, ഇനി പല ബിസിനസ്സുകളുണ്ട്. കട മാത്രമല്ല, ധാരാളം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. അവർക്ക് മുമ്പോട്ടും മേലെ പുറകോട്ടും മേലെ ലോക്കായി കിടക്കുകയാണ്. അതായത് കട അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം ബാങ്ക് പറയും ഞങ്ങളുടെ പൈസ എന്നൊക്കെ പറയും, ലോൺ റീപേ ചെയ്തേക്കാൻ പറയും. അല്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് പറയും ഞങ്ങളുടെ കോമ്പൻസേഷൻ നിന്ന് വിട്ടേക്കാൻ പറയും. ഇതുകൊണ്ട് പിന്നെ അത് വരാതിരിക്കാം, പുറത്തുനിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവും, അത് അവരെല്ലാം തിരിച്ചെന്നാക്കാൻ പറയും. അപ്പൊ അതിനുവേണ്ടി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, മാക്ലേണുമായിട്ട് ബന്ധപ്പെട്ട് എന്താ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മളെപ്പോഴും ഇതിനകത്ത് ചിന്തിക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്താലുള്ള റിസ്ക്, സ്റ്റാർട്ട് ചെയ്തില്ലുള്ള റിസ്ക്. ഞാനിത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തില്ലാണ് റിസ്ക് കൂടുതൽ. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരു മൊബൈൽ ഫോൺ വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കിട്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലാണ് റിസ്ക്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിനേക്കാൾ സ്റ്റാർട്ട് ചെയ്താൽ എന്താണ്, ഒരു $100 റിസ്ക് ഉണ്ട്. എത്രയോ രൂപ നമ്മൾ ഇന്നെല്ലാം മൃതകാര്യത്തിന്, ഒന്നുമില്ലെങ്കിലും പുതിയൊരു സ്കില്ല് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ, അതിന് തന്നെ നമ്മൾ ഒരു $100 കൊടുത്താൽ പോലും നഷ്ടമൊന്നുമില്ല. നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ മറ്റു ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ നല്ല ഒരു തീരുമാനം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഈ മാക്ലേൺ എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ നോളജ്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും നല്ലൊരു ടൈമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സെഷൻ ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്തതും കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റിയതും വളരെയധികം നന്ദിയുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡിംഗ്, ലോകസമ്പന്നരിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ട്രേഡിംഗ് മേഖല. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, പുള്ളി ജീവിതകാലത്തിൽ എത്രത്തോളം സമ്പത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ 2 times ആണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലൂടെ വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് പുള്ളി നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കും അതുപോലെ നേടാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ഇതെങ്ങനെ ചെയ്യണം, എവിടെയാണ് റൈറ്റ് നോളജ് ഉള്ളത്, അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് നമുക്കറിയില്ല. ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ച് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഗണേഷ് സർ നമുക്ക് വേണ്ടിയിട്ട് നോളജ് ഷെയർ ചെയ്തത്. വൺസ് അഗെയിൻ വെരി 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 താങ്ക് യു സർ. ഒപ്പം തന്നെ ഇന്ന് ട്രേഡിംഗ് ചെയ്തുകൊണ്ട്, മാക്ലേൺ എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് വരുമാനം നേടിയിട്ടുണ്ട്. അതിലെ 1-2 എക്സാമ്പിൾസ് പറയാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു ഫീഡ്ബാക്ക് സെഷന് വേണ്ടിയിട്ട് നമ്മുടെ വൺ ഓഫ് ദി ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഇന്ദ്രകുമാർ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇഫ് പോസിബിൾ പ്ലീസ്. Indrakumar sir, I hope it's audible.
കേൾക്കുന്നുണ്ട്. ഹലോ, ഞാനൊരു പുറത്താണ്. മുഹമ്മദ് ഇല്ല. ഹലോ, Yeah, sir. മുഹമ്മദ് ഓഡിയബിൾ ആണോ? Yeah, perfect. ഓക്കെ. നമ്മളെ സംബന്ധിച്ച് അല്ലേ, ഇപ്പൊ ഗണേഷ് സാറ് വളരെ എന്താണ് നമുക്ക് തരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് ആവശ്യമുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ ചെയ്താൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, വളരെ ക്ലാരിറ്റിയാണ് സാറ്. സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ച് ഓരോ ആൾക്കാർ നമ്മൾ എന്നത് നമ്മളുടെ ഈ വൈകുന്നേരം ഒരു 8:30 to 9 അല്ലെ, വളരെ പീക്ക് ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മളുടെ പേഴ്സണൽ ആക്ടിവിറ്റീസ്. I hope Indrakumar sir എന്തൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട്. We can move on to another. Sorry, network issue. Indrakumar sir, possible ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തോ സംതിങ് റോങ്, എന്തോ പ്രോബ്ലം ഉണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് ഞാൻ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, Audible ഓഡിയബിൾ ആണോ? അതെ. ഓഡിയബിൾ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സമയം അല്ലെ, വളരെ ആയിട്ടുള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമുക്കൊരു അഡീഷണൽ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ട്രേഡിങ്ങിലൊക്കെ ഇൻ കറൻസി അല്ലെങ്കിൽ ഫോറക്സ്, അതിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം എടുക്കാം എന്നുള്ള പറഞ്ഞു. ചെയ്യാം. അപ്പം തന്നെ നമ്മള് ദിവസങ്ങളിൽ ഇതിലേക്ക് നമുക്ക് ഇത് വഴി നമ്മളുടെ ഈ പ്രോഗ്രാം വഴി കേൾക്കുന്നത് മുതൽ ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊരു കാർഡ് അടച്ച് വെടിവെക്കുന്ന രീതിയായിരുന്നു, കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഗ്രാജുവൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു കുറച്ച് കംപ്ലീറ്റ് സാർ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ എന്തോ ഒരു ടെക്നിക്കൽ എറേഴ്സ് കൊണ്ട് പുള്ളിക്ക് സാധിക്കുന്നില്ല. വി ക്യാൻ മൂവ് ഓൺ ടു അനദർ പേഴ്സൺ. So let's invite Biju sir. Biju sir, audible ആണോ? വേറെ ആരെങ്കിലും നോക്കിക്കോ. ബിജു സാർ ഗ്രൂപ്പിലില്ല. വേറെ സുരേഷ് സാറുണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. Yes, let's invite Sunesh sir. Is it audible? Yes, audible ആണ്. Yeah. Suresh sir, please, can you please share the... ഞാൻ ഡ്രൈവിംഗിലാണ്. സോറി, I can't appear now. Okay, no issues. Thank you. വേറെ ആരെങ്കിലും ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവും, ഒന്ന് ചോദിച്ചോളൂ. നമ്മുടെ മീറ്റിംഗിൽ റെഗുലർ വന്നോണ്ടിരിക്കുന്നവര്, രാവിലത്തെ മീറ്റിംഗിൽ. യെസ്, ആരെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും.
മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം പേരുണ്ട്. അതിനകത്ത് എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. നമ്മുടെ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ ആൾക്കാരായിരിക്കും കൂടുതലേ. ഓക്കെ, അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാം മുഹമ്മദ്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എല്ലാവരുടെയും ലൈഫിൽ സൃഷ്ടിച്ചതെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകാൻ സാധിക്കും. ഒപ്പം തന്നെ അതിലൂടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരോടും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു എവരിവൺ. വിഷിംഗ് എ ഗുഡ് ലക്ക്.